ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ. നമ്മളിവിടെ പുതിയ വീട്ടിൽ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഇന്നലത്തെ വ്ളോഗുകളൊക്കെ കൂട്ടിച്ചേർത്ത് കണ്ടാണ് ഇട്ടുകണത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പഴയ വീട്ടിൽ പോയിട്ടോ. അവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് സാധനം കൊടുന്ന് വെച്ചിട്ടുള്ളൂ, ബാക്കി സാധനം ഡ്രസ്സ് ഐറ്റംസ് നമ്മളെ മോട്ടർ ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടെന്ന്. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് വാരി ഒക്കെ റെഡിയാക്കിയിട്ടല്ലേ പോരാൻ പറ്റുള്ളൂ. അപ്പം അന്ന് ആ ഒരു വെത്തപ്പാടിൽ അങ്ങോട്ട് ഓടിപ്പോന്നതാട്ടോ. അപ്പം മോട്ടർ എടുക്കാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. അത് പൊന്തിച്ചണം എന്നുണ്ടെങ്കിൽ 2-3-4 ആളുകൾ വേണം കേട്ടോ. നല്ല കനല്ല 10-30 കിലോ അല്ല സാധനമാണ്. 240 അടി അടിച്ചിട്ടുണ്ട്. അതിൽ 170 നമുക്ക് അന്ന് വെള്ളം കണ്ടത് കേട്ടോ. പറ്റാത്ത വെള്ളമായിരുന്നു, ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അതിൽ കേട്ടോ. പിന്നെ അത് വലിച്ച് എടുക്കണമല്ല പരിപാടി നോക്കുകയാണ്. അപ്പം നാത്തൂൻ്റെ മോനാണ് കേട്ടോ. ഓനാണ് എല്ലാത്തിനും കൂടി തന്നിരുന്നത്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ ആ സൽക്കാര പരിപാടിയും എല്ലാത്തിലും മുന്നിൽ നിന്ന് അത് നല്ല സന്തോഷത്തോടെ വിജയകരമായി പൂർത്തീകരിച്ച് തന്ന ആളാണ് കേട്ടോ. ഓന് ഒരുപാട് സന്തോഷം. ഒരാളായിക്കൊണ്ട് ഇറങ്ങിയിട്ട് എല്ലാം റെഡിയാക്കി തരാമെന്ന് പറയുമ്പോഴേ നമ്മളെ ഫാമിലിയിൽ നിന്ന് അതൊരു സന്തോഷം തന്നെയാണല്ലേ നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഓനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട് ഒഴിഞ്ഞ് ലാസ്റ്റ് ചാവി കൊടുക്കണ വരെ ഓന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ കൂടി തരാനും റെഡിയാക്കി തരാനും ആ ബാത്റൂം ശരിയാക്കി തരാനും ഒക്കെ ഓനുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നമ്മളെ കൂടെ ധൈര്യത്തിൽ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകുക എന്ന് പറയുമ്പോഴേ അൽഹംദുലില്ലാ അതൊരു വലിയ ഹെയർ തന്നെയാണ് അല്ലേ. അത് വല്ല വെച്ചാ മതി. അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ. അയ്യേ പോയിക്കേ. മെയിൻ റോട്ടിൽ കൂടെ റോട്ടിൽ കൂടെ പോയിക്കോ. നേരെ വിട്ടോ. ഗവൺമെന്റിന്റെ പെണ്ണുങ്ങൾ വരെ കാണുന്നുണ്ടാവും വീഡിയോ. അവൻ പോയി അങ്ങനെ എടുത്താ മതി. കുഞ്ഞിട്ട് വാങ്ങി ദുഃഖങ്ങളിലേക്ക് കുരിശായിട്ട് പോണ മാതിരി പോണാക്കണ്. എത്ര കുഞ്ഞുട്ടിയായിട്ട് തരണം? 30 കിലോനോ 35 കിലോനോ? അല്ല, ഈ സാധനം 10 കിലോ ഉണ്ടാവുമല്ലോ. കഴിച്ച് പൊട്ടൂലേ? സമ്മർദ്ദം കൂടുതലാ. പായൂല ജാതി നേർക്ക് വെക്കും. ക്യാമറാമാൻ്റെ കജ്ജ് കൊയങ്ങിക്കണല്ലോ. ഞങ്ങളെ കജ്ജ് കൊയങ്ങിയില്ലാറെ ക്യാമറാമാൻ്റെ കജ്ജാവും കൊയങ്ങിക്കണത്. കള്ളന്റെ ഉള്ളിൽ കൊടലും മാല എടുക്കണ മാതിരി. മർദ്ദത്തിന്റെ സമ്മർദ്ദത്തല്ല അവിടെ നിൽക്കും. മർദ്ദം കുറവാണ്. മുട്ടിയെ വെള്ളം കലക്കിക്കാ. മുട്ടിയെ ഒരു നാട്ടാത്താനും വന്നിട്ടില്ല. അപ്പൊ വെള്ളം ഇത് വെള്ളം 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 കണ്ടോ.
വല്ലാത്തൊരു സംഭവം അതിലേ. ഇനിയുണ്ട് പൗതി ഇനിയുണ്ടോ? ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അതെ ഇപ്പൊ ഇറക്കണം 10 അതാണ് ഇറക്കാൻ പറഞ്ഞോ. ഏത് വേറെ എപ്പാളെന്തെങ്കിലും ഇല്ലല്ലേ എന്റെ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിക്കൊക്കെ ചിക്കൻ ബിരിയാണി ഒന്ന് കൂടി ഉണ്ടാക്കേണ്ടി വരും ഞാൻ മന്തിയൊക്കെ. എത്തിയോ? മോട്ടർ വേണ്ടോ? മോട്ടർ വെള്ളം കണ്ടോ? മോട്ടർ കുറച്ച് നല്ല ഞാനിപ്പോ കിടന്ന് ഇവിടെ ഇങ്ങനെ കുളിക്കുന്ന മോട്ടർ കംപ്ലൈന്റ് ആവുമ്പോ അങ്ങോട്ട് കുളിക്കണം. അതവിടെ ഒട്ടിച്ച ചേന ആദ്യം മോട്ടർ എത്ര കൊല്ലായി ഇത്ര കൊല്ലായി. എന്നെ കെട്ടി കൊടുന്ന ആഹാരം അന്നാണ് ബാപ്പു ഈ മോട്ടർ വെക്കണത്. ബാപ്പു അന്നാണ് മോട്ടർ വെക്കണത്. 16 കൊല്ലത്തായി. നാലൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇടക്കിടക്കൊന്ന് രണ്ടോ വണ്ടിയിലുണ്ടാവോ അത് ചുരുട്ടണ്ട ഇനി നിർത്തിയേ കോയല് അതിന്റെ മേലെ ചാക്ക് ചുറ്റാ അതിന് വെച്ചാ മർത്തിക്കളാം. പറഞ്ഞല്ലേ ഇവിടെ അങ്ങനെ ഒരൊറ്റ ഉണ്ടാക്കുന്നുണ്ട്. ചാക്ക് മേലെ കെട്ടാ നമുക്ക് ചാക്ക് കെട്ട അതിന്റെ മുകളിൽ പറഞ്ഞാൽ ചാക്ക് ഒരുപാട് പേർക്കത്ത് ഒരുപാട് ആളുകൾക്ക് കൊടുത്താണ് ആ വെള്ളം. ഒരുപാട് ആൾക്കാരുടെ ഇതൊക്കെ ഒരാളുകളെ പഠിച്ചോനെ ഓരോരുത്തർക്ക് വെള്ളം കരുതി വെക്കുക അറിയില്ല. അതേപോലെ എനിക്ക് മാത്രല്ല കേട്ടോ, ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ കരുതി വെച്ചിരുന്നു അതിൽ വെള്ളം. ഒരു ദിവസം 5000-6000 ലിറ്റർ വരെ അതിന് അടിച്ചെടുത്തിക്കണു ഒരു നേരം അല്ലേടാ. ഇത്ര വെള്ളം അടിച്ചെടുത്തു. എന്നാലും പറ്റിയിട്ടില്ല അൽഹംദുലില്ലാ. വെള്ളം വഴി 5 പരീക്ക് അടിച്ചു കൊടുത്തിരുന്നു. 5 പരീക്ക് വെള്ളം തരും റബ്ബ്. കൊടുക്കാനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ റബ്ബ് തരും വെള്ളം. ഓരോരുത്തർക്ക് ഏകി വെച്ച വെള്ളം എനിക്കിതൊരു ബാക്കിലും കത്തി ഇവിടെ വെച്ചിരുന്നല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കത്തി ഉണ്ടായി പഞ്ചായത്തിന്റെ അടിയിൽ ആരെടുത്തോണ്ടായി കത്തി. ഇനി ഒരുപാട് ആളുകൾക്ക് ആ വെള്ളം കിട്ടട്ടെ അല്ലേ. അപ്പം ഇതാക്കണ മോട്ടർ കഴിച്ചിട്ടോ. ഇനി അത് മൂത്തച്ഛന് കൊണ്ടുപോയി കൊടുക്കട്ടെ. അതിൻ്റെ അടിയിൽ ടാങ്കൊക്കെ നല്ലോണം വൃത്തിയാക്കി നമ്മൾ റിതു കഴുകിയിട്ടുണ്ട്. 2 ദിവസം കൂടുമ്പോഴേ വെള്ളം വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയൽവാസി ഇത്താത്ത വെള്ളം അടിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളറിയതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ നല്ല വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഇനി അവിടെ വൃത്തിയാക്കണ വ്ളോഗും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ നാളെ വിടണ്ട് കേട്ടോ ഇൻഷാ അള്ളാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഡേ മൈ ലൈഫൊക്കെ പുതിയ വീട്ടിലത്തെ വിടാം. അസ്സലാമു അലൈക്കും.